ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു വിപ്നാസ് ടേസ്റ്റി റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ചാനലിൻ്റെ തുടക്കത്തിൽ, അതായത് എൻ്റെ ആദ്യത്തെ റെസിപ്പി തന്നെ പായസമായിരുന്നു. പിന്നീട് പായസത്തിൻ്റെ റെസിപ്പി ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ പായസം ആയതുകൊണ്ടാണ്. എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തയ്യാറാക്കിയ പായസമാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ പായസത്തിൻ്റെ പേര് നേന്ത്രപ്പഴം പരിപ്പ് പായസം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പായസം തയ്യാറാക്കുന്നത്. ആദ്യം ചവ്വരി കുതിർത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ചവ്വരിയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ കുതിർത്ത് വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചവ്വരി ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചവ്വരിയിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ചവ്വരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഏതാണ്ട് 15-20 മിനിറ്റ് മതി ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചവ്വരി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് വെല്ലം ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 3 കഷ്ണം വെല്ലമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെല്ലം ഉരുക്കിയെടുക്കാം. വെല്ലം നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇനി പായസം തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് 3 പഴം വേവിച്ചുടച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പഴവും നെയ്യും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നേന്ത്രപ്പഴവും നെയ്യും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ്, 1/2 കപ്പ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചവ്വരി കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് വെല്ലം, നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന വെല്ലം, അത് ഉരുക്കിയതിന് ശേഷം അരിച്ചെടുത്ത വെല്ലാണ്. ഇത് 3ഉം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നേന്ത്രപ്പഴവും കടലപ്പരിപ്പും ചവ്വരിയൊക്കെ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പം നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കാരണം കടലപ്പരിപ്പും പഴമൊക്കെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പാത്രത്തിൻ്റെ അടിയിലൊന്നും അങ്ങനെ പിടിച്ചിട്ടില്ല, അത് കൈയെടുക്കാതെ ഇളക്കിയത് കൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ 2ാം പാൽ 2 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. മൂന്ന് ഏലക്കായ ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടി നമ്മൾ പായസത്തിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്, അത് കട്ട കെട്ടിക്കിടക്കും പായസത്തിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് പായസം ഒരു പാത്രത്തിലേക്ക് എടുത്ത് അതിലേക്ക് ജീരകപ്പൊടിയും കൂടെ ചേർത്ത് 2ഉം കൂടെ മിക്സ് ചെയ്തിട്ട് പായസത്തിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് പായസം നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1ാം പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
പായസം എന്താ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്ത കാഷ്നട്ടും കിസ്മിസും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നേന്ത്രപ്പഴം പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പായസം നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ സബ്സ്ക്രൈബേഴ്സിനോടൊരു കാര്യം, നമ്മുടെ ചാനലിലെ റെസിപ്പീസ് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം, എനിക്ക് മെയിൽ ചെയ്യാം. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നതാണ്, മുട്ട പപ്പട തോരൻ. അപ്പോൾ നിങ്ങൾ ഫോട്ടോ അയച്ചു തരണം, റെസിപ്പീസിനെ കുറിച്ചുള്ള കമൻസ് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്